ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക ഹൽവയാണ്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കായ്ച്ച ചക്കയാണ് കേട്ടോ. അമ്മ കുരുവിട്ട് കിളിപ്പിച്ചതാണ് കേട്ടോ. അതായത് 7 വർഷത്തോളമായി ഇപ്പോഴാണ് ആദ്യമായിട്ട് ചക്ക പിടിച്ചത്. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വരിക്കച്ചക്കയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും ഇന്ന് ഇതുകൊണ്ട് തന്നെ ഹൽവ ഉണ്ടാക്കാമെന്ന്. മുളയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിനുശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊരു ക്രീമി പരുവായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ശർക്കരയെല്ലാം നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടപ്പത്ത് വയ്ക്കാം. പാൻ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ചക്കയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി നമുക്ക് ഡയറക്റ്റ് ഒഴിക്കാതെ നമുക്കൊരു അരിപ്പ് വെച്ച് അരിച്ചതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ശർക്കര പാനിയിലിട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിലാക്കി എടുക്കുക. ഇതും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അലുവ നല്ല തിക്കായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുറുകി വരണം. നമ്മൾ അത്രയും ടൈം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്ത എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്ത എള്ളാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അലുവ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് തൂക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ നമുക്ക് ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല പോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഹൽവ മുറിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ തണുത്താറിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.